ശബരിമല സന്നിധാനത്ത് 18-ാം പടി കയറിയാലുടൻ അയ്യപ്പനെ കാണാനുള്ള സംവിധാനം നടപ്പാക്കുന്നു. മീനമാസ പൂജയ്ക്ക് നട തുറക്കുന്ന മാർച്ച് 14-ന് ഇത് നിലവിൽ വരും. പടി കയറി ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവറിൽ ക്യൂ നിന്ന് സോപാനത്തിലെത്തുന്ന സംവിധാനമാണ് ഒഴിവാക്കുന്നത്. പുതിയ സംവിധാനം വഴി ചുരുങ്ങിയത് 30 സെക്കൻഡോളം അയ്യപ്പനെ വണങ്ങാം. കൊടിമരത്തിന്റെ ഇരുവശത്തുകൂടി അയ്യപ്പന്മാരെ കടത്തിവിട്ട് ബലിക്കൽപ്പുര വഴി മുന്നോട്ട് പോകാവുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. ചുരുങ്ങിയത് 30 സെക്കൻഡോളം അയ്യപ്പനെ വണങ്ങാം. ഫ്ലൈ ഓവർ വഴി സോപാനത്തെത്തുമ്പോൾ 2-3 സെക്കൻഡ് മാത്രം ദർശനം കിട്ടുന്ന രീതി മാറും. പോലീസുകാർ അതിവേഗം പിടിച്ചുമാറ്റിവിടുന്നതും ഒഴിവാകും. രണ്ടു വരികളെയും വേർതിരിക്കാൻ നീളത്തിൽ കാണിക്കവഞ്ചി സ്ഥാപിക്കും. ഇടതുഭാഗത്തുകൂടി വരുന്നവർ അല്പമുയർന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തുന്നത്. ഇടത്തേക്ക് തിരിയുമ്പോൾ അയ്യപ്പ ദർശനം കഴിയും. വലതുവരിലൂടെ വരുന്നവർ തറനിരപ്പിൽ തന്നെയുള്ള ഭാഗത്തെത്തി ഇടത്തേക്ക് തിരിഞ്ഞു പോകും. രണ്ടു വരികളും ഉള്ളവർ തമ്മിൽ കൂട്ടിക്കലർന്ന് തിരക്കുണ്ടാവുകയുമില്ല. വടക്കേ നടവഴി വരുന്നവരും വലതുവരിലൂടെ വരുന്നവരുമായി ചേർന്നായിരിക്കും നട പിന്നിടുക. നിലവിൽ ശ്രീകോവിലിന് മുന്നോടെ 3 ഫ്രീയാണ് ഭക്തരെ കടത്തിവിടുന്നത്. നടയിലെ തിക്കും തിരക്കും പരാതികൾക്ക് ഇടയാക്കിയിരുന്നു. പുതിയ സംവിധാനത്തിന് ഹൈക്കോടതിയുടെ അനുമതിയും വാങ്ങി. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ, ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അഡ്വക്കേറ്റ് അജികുമാർ, കമ്മീഷണർ CV പ്രകാശ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജിത് ശേഖർ, എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരും ദേവസ്വം എഞ്ചിനീയർമാരും ചേർന്ന് പുതിയ സംവിധാനത്തിന്റെ അന്തിമ വിശകലനം നടത്തി. 17 ശേഷം പണികൾ ആരംഭിക്കും. 1989 പണിത ഫ്ലൈ ഓവർ നിലനിർത്തും. മരക്കൂട്ടം വരെ ക്യൂ നീളുന്ന സാഹചര്യമോ മറ്റ് അടിയന്തര ഘട്ടമോ വന്നാൽ ഇതിൽ അയ്യപ്പന്മാരെ കയറ്റും. ഇടുക്കി വിഷൻ, സന്നിധാനം.